ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സുപ്രധാന നിയമങ്ങളെക്കുറിച്ചാണ്. PSC എക്സാമിൽ ഏറ്റവും കൂടുതൽ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ് സുപ്രധാന നിയമങ്ങൾ. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2021 മുതൽ 2025 വരെ PSC എക്സാമിൽ ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഓരോ ടോപ്പിക്കും കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ആ ടോപ്പിക്കിൽ നിന്നും നിലവിൽ വന്നിരിക്കുന്ന മുഴുവൻ ചോദ്യങ്ങളും പഠിക്കും. അതിനുശേഷം ആ ടോപ്പിക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് പഠിച്ചു പോകാം. പറ്റുമെങ്കിൽ എല്ലാവരും ഹെഡ്സെറ്റ് ഒന്ന് കുത്തി ഈ ഒരു ക്ലാസ് കേൾക്കാനായിട്ട് ശ്രമിക്കുക. 2-3 തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാനിരിക്കുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, CPO, കമ്പനി ബോർഡ് LGS, VEO, VFA, ബെവ്കോ LDC ഇത്രയും എക്സാമുകൾക്ക് യൂസ്ഫുൾ ആവുന്ന തരത്തിലാണ് ഈ ഒരു ക്ലാസ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം താഴെ പറയുന്നവയിൽ ഏതാണ്? ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഒത്തിരി തവണ PSC ചോദിച്ച ചോദ്യമാണ്. ഏതാണ്? വിവരാവകാശ നിയമമാണ്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. ഇത് ഏറ്റവും ഫസ്റ്റ് റീസെൻ്റ് ആയിട്ട് വന്നത് അസിസ്റ്റൻറ്റ് പ്രസിഡന്റ് ഓഫീസർ മെയിൻസ് 2023 ഓക്കെ. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ് എന്ന് ചോദിച്ചാൽ മക്കളെ, ഏതാണ്? വിവരാവകാശ നിയമം. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവച്ച രാഷ്ട്രപതി ആരാണ്? ഓക്കെ, വിവരാവകാശ നിയമത്തിൽ ഒപ്പുവച്ച രാഷ്ട്രപതിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും APJ അബ്ദുൽ കലാമാണ്. APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയാണ് വിങ്സ് ഓഫ് ഫയർ. ഒത്തിരി തവണ നമ്മൾ നിലവിൽ APJ അബ്ദുൽ കലാമിൻ്റെ ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിൽ നിന്നും PSC എക്സാമുകളിൽ ചോദിച്ച 2 ഫാക്റ്റാണ് പറഞ്ഞത്. ഒന്നാമതാണ് വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ഏതാണ്, അതേപോലെ തന്നെ APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിങ്സ് ഓഫ് ഫയർ ആണ്, അഗ്നിച്ചിറകുകളാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അടുത്തത്, വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് ഏതു വർഷമാണ് പാസ്സാക്കിയത്? മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം. യൂണിവേഴ്സിറ്റി LGS പ്രിലിംസ് സ്റ്റേജ് 1 ഈ ഒരു ചോദ്യം വന്നത്. 2005 വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് ഏത് വർഷമാണ് പാസ്സാക്കിയതെന്ന് ചോദിച്ചാൽ മക്കളെ 2005 ഓർത്തു വയ്ക്കുക. അടുത്തത്, ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം എന്നാണ് ചോദിച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞു 2005. ഒത്തിരി തവണ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഈ ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത്, വിവരാവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ വിവരാവകാശ നിയമം പാസ്സാക്കുന്നതിൽ MKSS എന്ന സംഘടന വഹിച്ച പങ്ക് വലുതായിരുന്നു. വിവരാവകാശ നിയമത്തിൽ ഒപ്പിട്ട രാഷ്ട്രപതി ശ്രീ APJ അബ്ദുൽ കലാം ആയിരുന്നു. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു. MKSS സംഘടനയുടെ പ്രവർത്തന മേഖല രാജസ്ഥാനായിരുന്നു. ഈ നിയമം പാസ്സാക്കപ്പെട്ട വർഷം എന്നാണെന്ന് ചോദിച്ചാൽ അത് 2008. അപ്പോൾ ഈ ഒരു പ്രസ്താവന തെറ്റാന്നുള്ളത് നമുക്കറിയാം. ബാക്കിയെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1, 2, 3 ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തത്, 1990 വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മസ്ദൂർ കിസാൻ ശക്തി സംഘടനാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ഏത് തന്നെയാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടനാണ്. നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടോ. ഇനി വിവരാവകാശത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് PB സാവന്താണ്. PB സാവന്താണ് വിവരാവകാശത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ മക്കളെ, ആരാണ്? PB സാവന്താണ്. വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നപ്പോൾ റദ്ദാക്കപ്പെട്ട നിയമം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് 2002 ആണ്. വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നപ്പോൾ റദ്ദാക്കപ്പെട്ട നിയമം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് 2002, അതായത് 2002 ഓക്കെ. അപ്പോൾ 10 ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ വിവരാവകാശ നിയമം, അതായത് ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം
വിവരാവകാശ നിയമമാണ്. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് APJ അബ്ദുൽ കലാമാണ്. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് ഏത് വർഷമാണ് പാസ്സാക്കിയത്? 2005. ഒത്തിരി തവണ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഈ ചോദ്യം വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ തെറ്റിക്കരുത്, വേണമെങ്കിൽ എഴുതി പഠിച്ചോ. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് ഏത് വർഷമാണ് പാസ്സാക്കിയത്? 2005. മക്കളെ ശ്രദ്ധിക്കുക, 2005. ഇനി നമ്മൾ പറഞ്ഞു വിവരാവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വിവരാവകാശത്തെക്കുറിച്ച് പഠിക്കും. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 1990 വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഘടനയാണ്. അതേപോലെ തന്നെ വിവരാവകാശ നിയമത്തിനായി പ്രതിജ്ഞ രാജസ്ഥാനിലെ സംഘടന കിസാൻ മസ്ദൂർ ശക്തി സംഘടന തന്നെയാണ്. വിവരാവകാശത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി PB സാവന്ത്. ഓർക്കുക, PB സാവന്ത്. വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നപ്പോൾ റദ്ദാക്കപ്പെട്ട നിയമം ഏതാണെന്ന് ചോദിച്ചാൽ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ഓക്കെ, 2002 ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിലേക്ക് പോവാം. ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അതാണ് നമ്മൾ പറഞ്ഞു വിവരാവകാശ നിയമത്തെ പറയുന്നതാണ് ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ്. ശ്രദ്ധിക്കുക, ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് വിവരാവകാശ നിയമം. അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിനും ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുമായി പാസ്സാക്കപ്പെട്ട നിയമമാണ് ഏതെന്ന് പറയുന്നത്? വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും വേണ്ടി പാസ്സാക്കപ്പെട്ട നിയമമാണ് വിവരാവകാശ നിയമം. വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായ പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ ഇങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കണം, കാരണം ഒത്തിരി ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്തു നിന്നും വന്നതാണ്. വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായ പ്രസ്ഥാനം ഏതാണ്? പ്രസ്ഥാനം ശ്രദ്ധിക്കുക, വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായ പ്രസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് മസ്ദൂർ കിസാൻ ശക്തി സംഘടനയാണ്. എവിടെയാണ് ഈ പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാനിലായിരുന്നു. കിസാൻ മസ്ദൂർ ശക്തി സംഘടന. അപ്പോൾ മസ്ദൂർ കിസാൻ ശക്തി സംഘടന എവിടെയാണ്? രാജസ്ഥാനിലാണ് ഈ ഒരു പ്രസ്ഥാനം. ഓക്കെ, മസ്ദൂർ കിസാൻ ശക്തി സംഘടന സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിത അരുണ റോയി, നിഖിൽ ദേ, ശങ്കർ സിംഗ് എന്നിവർ സംഘടനയുടെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചു എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ മസ്ദൂർ കിസാൻ ശക്തി സംഘടന സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിത ആരാണെന്ന് ചോദിച്ചാൽ അരുണ റോയ്. ഓർത്തു വയ്ക്കുക, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടന സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിതയാണ് അരുണ റോയ്. മറ്റു വനിതകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നിഖിൽ ദേ, ശങ്കർ സിംഗ് എന്നിവരാണ്. 96 രൂപീകരിച്ച നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് RTI ആണ് സർക്കാരിനായി വിവരാവകാശ നിയമത്തിൻ്റെ പ്രാരംഭ കരട് രൂപീകരിച്ചത്. ഇനി ഈ പറയുന്ന നിലവിൽ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വയ്ക്കാനായി ശ്രമിക്കുക, കാരണം ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് ഇതിൻ്റെ അകത്തു നിന്നും. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ചോദിച്ചു കഴിഞ്ഞാൽ അത് വിവരാവകാശ നിയമമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുമായി പാസ്സാക്കപ്പെട്ട നിയമമാണ് വിവരാവകാശ നിയമം. വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായ പ്രസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ മസ്ദൂർ കിസാൻ ശക്തി സംഘടനയാണ് രാജസ്ഥാനിലെ. മസ്ദൂർ കിസാൻ ശക്തി സംഘടന സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിതയാണ് അരുണ റോയ്. മറ്റ് ആളുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നിഖിൽ ദേ, ശങ്കർ സിംഗ് എന്നിവരാണ്. 96 രൂപീകരിച്ച നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് RTI ആണ് സർക്കാരിനായി വിവരാവകാശ നിയമത്തിൻ്റെ പ്രാരംഭ കരട് രൂപീകരിച്ചത്. ഓക്കെ, ഇനി എന്താണ് ഈ പറയുന്ന RTI, അതായത് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് 2005, ഇതിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞു. സർക്കാർ സ്ഥാപനങ്ങളിലും സർക്കാരിൻ്റെ നിയന്ത്രണത്തിലോ അധീനതയിലോ ഉള്ള സ്ഥാപനങ്ങളിലും പൊതുസ്ഥാപനങ്ങൾ, ആക്ച്വലി ഉദ്ദേശിക്കുന്ന പൊതുസ്ഥാപനങ്ങൾ എന്നുള്ളതാണ്. ഈ പറയുന്ന സർക്കാർ സ്ഥാപനങ്ങളിലോ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ അധീനതയിലുള്ള സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പബ്ലിക് സെക്ടേഴ്സ്, അതായത് പൊതുസ്ഥാപനങ്ങളെയാണ് ഇവിടെ
നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് ലഭ്യമാക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. ഇത് ഭരണനിർവഹണത്തിൻ്റെ സുതാര്യത, കാര്യക്ഷമത, ഉത്തരവാദിത്തം എന്നിവ ഉറപ്പാക്കാനും അഴിമതി ഇല്ലാതാക്കാനുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് 2005 RT ആക്ട് 2005ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മൾ പറഞ്ഞു. അതായത് സർക്കാർ സ്ഥാപനങ്ങളിലും സർക്കാരിൻ്റെ നിയന്ത്രണത്തിലോ അധീനതയിലോ ഉള്ള സ്ഥാപനങ്ങൾ, അതിനെ പറയുന്നത് നമുക്ക് ഒറ്റ വാക്കി പറയാം, എന്തെന്ന്, പൊതുസ്ഥാപനങ്ങൾ എന്നാണ് പറയുന്നത്. ഇവിടെയുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് ലഭ്യമാക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഇതുവഴി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഭരണനിർവഹണത്തിൽ സുതാര്യത, കാര്യക്ഷമത, ഉത്തരവാദിത്തം എന്നിവ ഉറപ്പാക്കാനും അതുവഴി അഴിമതി ഇല്ലാതാക്കാനും എന്ത് ചെയ്യുന്നു, സാധിക്കുന്നു എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്നാണ് പ്രാബല്യത്തിൽ വന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു, എന്നാണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് നിലവിൽ എന്ത് ചെയ്യുന്നത്, വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2005 മെയ് 15 ഇന്ത്യൻ പാർലമെൻറ്റ് ഈ നിയമം പാസ്സാക്കുന്നത്. ഓക്കെ, അപ്പോൾ 2005 എന്നാണ് മെയ് 15 ഇന്ത്യൻ പാർലമെൻറ്റ് ഈ നിയമം പാസ്സാക്കിയത്. എന്നാൽ എന്നാണ് ഇത് നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, RTI ആക്ട് പ്രാബല്യത്തിൽ വന്ന് 2005 ഒക്ടോബർ 12. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് എന്നാണ് പ്രാബല്യത്തിൽ വന്നത്? മക്കളെ ശ്രദ്ധിക്കുക, എന്നാണ് പ്രാബല്യത്തിൽ വന്നത് എന്ന് ചോദിക്കുമ്പോൾ 2005 ഒക്ടോബർ 12. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം പഠിച്ചു വയ്ക്കണം. അതേപോലെ തന്നെ ജമ്മു കാശ്മീർ ഒഴികെ ഇന്ത്യയിലെ എല്ലായിടത്തും ഇത് ബാധകമാണ്. ഇപ്പോൾ ജമ്മു കാശ്മീരിലും ഇത് ബാധകമാണെന്നുള്ളത് കൂടി മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ പണ്ട് ജമ്മു കാശ്മീരിൽ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് നിലവിൽ എന്തില്ല, ബാധകമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ്, നിലവിൽ ബാധകമാണ്. ഓക്കെ, ഇനി എന്താണ് ഈ പറയുന്ന റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് കൊണ്ട് വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള അവകാശം എന്ന് ചോദിച്ചാൽ, ഒരു ഇന്ത്യൻ പൗരന് ഇന്ത്യയിലെ ഏത് പൊതുസ്ഥാപനത്തിൻ്റെയും കൈവശത്തിലോ നിയന്ത്രണത്തിലോ ഉള്ള വിവരങ്ങൾ താഴെ പറയുന്ന, അതായത് നമുക്ക് മെയിനായിട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പ്രമാണങ്ങളും രേഖകളും ജോലികളും പരിശോധിക്കാനുള്ള അവകാശം ഒരു ഇന്ത്യൻ പൗരനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് പ്രകാരം ഒരു ഇന്ത്യൻ പൗരന് പ്രമാണങ്ങളും അതേപോലെ തന്നെ എന്താണ്, ജോലികളും പരിശോധിക്കാനുള്ള അവകാശം, രേഖകളുടെയും പ്രമാണങ്ങളുടെയും കുറിപ്പുകളോ സംക്ഷിപ്തമോ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളോ ലഭിക്കാനുള്ള അവകാശം, ഏത് വസ്തുവിൻ്റെയും സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കാനുള്ള അവകാശം, കമ്പ്യൂട്ടറിലോ മറ്റ് ഇലക്ട്രോണിക് സംവിധാനങ്ങളിലോ ശേഖരിച്ചു വച്ചിട്ടുള്ള വിവരങ്ങൾ, പ്രിൻ്റ് ഔട്ടുകൾ, ഫ്ലോപ്പികൾ, ഡിസ്കുകൾ, അതേപോലെ തന്നെ ടേപ്പുകൾ, വീഡിയോ കാസറ്റുകൾ എന്നിവയുടെ പകർപ്പുകൾ ലഭിക്കാനുള്ള അവകാശവും നമുക്ക് നിലവിൽ ഉണ്ട്. ഓക്കെ, ഇനി ഭരണഘടനാ പ്രകാരമോ പാർലമെൻറ്റിൻ്റെയോ സംസ്ഥാന നിയമസഭകളുടെയോ നിയമം വഴിയോ സർക്കാർ വിജ്ഞാപനം വഴിയോ നിലവിൽ വന്നതോ രൂപീകരിക്കപ്പെട്ടതോ ആയ എല്ലാ അധികാരങ്ങളും സ്ഥാപനങ്ങളും ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരും. സർക്കാരിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ സഹായ ധനം ലഭിക്കുന്ന സർക്കാർ ഇതര സംഘടനകളും, അതായത് NGOകൾ ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതായിരിക്കും. ഇനി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ PIO, എല്ലാ സർക്കാർ ഓഫീസുകളിലും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരെയും അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരെയും, അതായത് PIOയും ഉണ്ടാവും, APIOയും നിയോഗിച്ചിട്ടുണ്ട്. ഇവരാണ് നിലവിൽ എന്ത് ചെയ്യുന്നത്, വിവരങ്ങൾ ആവശ്യമുള്ള ഏതൊക്കെയാണ് എന്നുള്ളത് അവർക്ക് അപേക്ഷ നൽകേണ്ടത്. ഇനി അപേക്ഷാ നടപടികൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഫീസിന് 10 രൂപയാണ് അപേക്ഷാ ഫീസ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് രേഖകൾ ഹാജരാക്കിയാൽ ഫീസ് ഒഴിവാക്കപ്പെടും. അപ്പോൾ നമ്മൾ എന്താണ്, ദാരിദ്ര്യരേഖയ്ക്ക് ബിലോ പോവർട്ടി ലൈനാണ് എന്ന് കാണിക്കുന്ന രേഖ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 10 രൂപ അപേക്ഷാ ഫീസ് നൽകേണ്ട ആവശ്യകതയില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇതിൻ്റെ രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, രേഖാമൂലമോ ഇലക്ട്രോണിക് മാധ്യമം വഴിയോ അപേക്ഷ നൽകാം. എഴുതി നൽകാൻ കഴിയാത്ത വ്യക്തിയെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ സഹായിക്കണമെന്നും പറയുന്നുണ്ട്. അപേക്ഷകൻ എന്തിനാണ് വിവരം തേടുന്നത് എന്ന് വെളിപ്പെടുത്തേണ്ടതില്ല. ബന്ധപ്പെടുന്നതിൻ്റെ വിലാസം മാത്രമേ അപേക്ഷയിൽ കാണിക്കേണ്ടതായിട്ടും ഉള്ളൂ. ഇനി ഇതിൻ്റെ സമയപരിധി, നമ്മളൊരു അപേക്ഷ വച്ചു കഴിഞ്ഞാൽ സാധാരണ അപേക്ഷകൾക്ക് അപേക്ഷ ലഭിച്ച 30 ദിവസത്തിനകം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ത് ചെയ്യേണ്ടി വരും, വിവരം നൽകേണ്ടതായിട്ട് വരും. അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് വഴി ലഭിച്ച അപേക്ഷയാണെങ്കിൽ അതിന് 35 ദിവസത്തിനകം എന്ത് ചെയ്യണം, കൊടുക്കണം. മക്കളെ ഇത് ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കുക, കാരണം ഇത് സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ അപേക്ഷകൾക്ക്
അപേക്ഷ ലഭിച്ച് 30 ദിവസത്തിനകം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ത് ചെയ്യണം? വിവരം നൽകണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു അപേക്ഷ വച്ചു, ആ അപേക്ഷയ്ക്ക് 30 ദിവസത്തിനകം എന്ത് ചെയ്യേണ്ടി വരും? ഈ പറയുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരം നൽകണം. എന്നാൽ അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ അവിടെ നമുക്ക് 35 ദിവസം കഴിഞ്ഞാണ് എന്ത് ചെയ്യത്തുള്ളൂ? നിലവിൽ ഈ വിവരങ്ങൾ ലഭിക്കത്തുള്ളൂ. വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിവരമാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യേണ്ടി വരും? ആ അപേക്ഷ സമർപ്പിച്ച് 48 മണിക്കൂറിനുള്ളിൽ അതിനെന്ത് ചെയ്യേണ്ടി വരും? റിപ്ലൈ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണെങ്കിൽ 48 മണിക്കൂറാണ്. ഇനി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഒരു വിവരം നൽകാനായി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് 30 ദിവസമാണ്. അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ നമുക്ക് 35 ദിവസത്തിനുള്ളിലാണ് അത് കിട്ടുന്നത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇനി എങ്ങാനും നിലവിൽ നമ്മളിങ്ങനെ വിവരം ആവശ്യപ്പെട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് കാലതാമസം വരികയാണെങ്കിൽ, ആവശ്യപ്പെടുന്ന വിവരം ലഭിക്കുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ അപൂർണമായോ തെറ്റായോ ഉള്ളൊരു വിവരമാണ് ലഭിച്ചത് എന്നുണ്ടെങ്കിൽ പരാതിയുള്ള വ്യക്തിക്ക് വീണ്ടും അപ്പീൽ നൽകാം. നിയമം അനുശാസിക്കും വിധം വിവരം നൽകാതിരിക്കുകയോ തെറ്റായ വിവരം നൽകുകയോ ചെയ്താൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് ഒരു ദിവസത്തിന് 250 രൂപ വീതം പരമാവധി 25,000 രൂപ പിഴ ചുമത്താൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്. കേന്ദ്രതലത്തിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷനും സംസ്ഥാന തലത്തിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷനും ഈ നിയമം നടപ്പിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പരാതികൾ തീർപ്പാക്കുന്നതിനും ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനും വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ത്യൻ വിവരാവകാശ നിയമം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ എന്താണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാർ സ്ഥാപനങ്ങളിൽ, അതായത് പൊതുസ്ഥാപനങ്ങളിലുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് ലഭ്യമാക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. എന്നാൽ ഇത് പ്രാബല്യത്തിൽ വന്നെന്ന് ചോദിച്ചാൽ മക്കളെ, എന്നാ പ്രാബല്യത്തിൽ വന്നേ? 2005 മെയ് 15 ഇനി ഇന്ത്യൻ പാർലമെൻറ്റ് ഈ നിയമം പാസ്സാക്കിയത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2005 ഒക്ടോബർ 12. PSC എപ്പോഴും ചോദിക്കാറുള്ളത് ഇന്ത്യൻ പാർലമെൻറ്റ് ഈ നിയമം പാസ്സാക്കിയ വർഷം എന്നാണ് എന്നുള്ളതാണ്. റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് അത് എന്നാണ്? അത് 2005 ഒക്ടോബർ 12 ഉള്ളത്. എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റായി എന്ന് തന്നെ കരുതുന്നു. ഓക്കെ, ഇനി നമുക്ക് സുപ്രധാന നിയമങ്ങളിൽ അടുത്ത്, അതായത് ഈ പറയുന്ന നമുക്കറിയാം, അതായത് വിവരാവകാശ നിയമം ഭേദഗതി വന്നത്. ഓക്കെ, അതായത് വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് 2019 ലോകസഭയിൽ അവതരിപ്പിച്ചത്. ജിതേന്ദ്ര സിംഗ് ആണ് 2019 ജൂലൈ 19 ഇത് ആദ്യമായിട്ട് എന്ത് ചെയ്തത്? ലോകസഭയിൽ അവതരിപ്പിച്ചത്. 2019 ഭേദഗതി പ്രകാരം ദേശീയ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെയും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാർ നിക്ഷിപ്തമാക്കി. അതായത് മുൻപ് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സെന്നായിരുന്നു. 2019 ഭേദഗതി പ്രകാരം ദേശീയ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഈ ബില്ല് ലോകസഭ പാസ്സാക്കിയത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2019 ജൂലൈ 22. 2019 ജൂലൈ 22. ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് 2019 ജൂലൈ 25. ഓക്കെ, ഇനി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 1. 2019 RTA നിയമപ്രകാരം സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടെ എല്ലാ വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി 3 വർഷമാക്കി ചുരുക്കി. ഓക്കെ, അങ്ങനെ എന്താണ് നിലവിൽ 2019 RTA നിയമപ്രകാരം സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാർ ഉൾപ്പെടെ എല്ലാ വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാക്കി ചുരുക്കി എന്നുള്ളത് ഓർത്തു വയ്ക്കുക. 3 വർഷമാക്കി ചുരുക്കി. ഓക്കെ, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ ശമ്പളം 2,50,000 രൂപയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാർ, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാർ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എന്നിവരുടെ ശമ്പളം 2,25,000 രൂപയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. വജാഹത്ത് ഹബീബുള്ളയാണ്. വജാഹത്ത് ഹബീബുള്ളയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? വജാഹത്ത് ഹബീബുള്ള. വജാഹത്ത് ഹബീബുള്ള.
ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആരാന്ന് ചോദിച്ചാൽ അത് ദീപക് സന്ധു ആണ്. ദീപക് സന്ധു ആണ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദീപക് സന്ധു ആണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് യശോവർദ്ധൻ കുമാർ സിൻഹയാണ്. യശോവർദ്ധൻ കുമാർ സിൻഹയാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത്. ഓക്കെ, നിലവിൽ നമ്മുടെ ഈ ഒരു ഓപ്ഷനിലെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ പറഞ്ഞത്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓപ്ഷനിൽ കാണുന്ന ഉത്തരം എന്ന് പറയുന്നത് 2021 ഈ ഒരു എക്സാമിൽ ഈ ഒരു ചോദ്യം ചോദിച്ചത് LDC എക്സ് സർവീസ്മാൻ്റെ ചോദ്യമായിരുന്നു. അത് അന്ന് യശോവർദ്ധൻ കുമാർ സിൻഹയായിരുന്നു അന്നേരത്തെ. ഇപ്പോൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2023 നവംബർ 6 ആര്? ഹീരാലാൽ സമരിയ സ്ഥാനമേറ്റത്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീരാലാൽ സമരിയ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഹീരാലാൽ സമരിയ. ഓക്കെ, അടുത്തത് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 വനിതകൾ ആരെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സുഷമ സിംഗും ദീപക് സന്ധുവാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർമാർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഓരോരുത്തരുടെയും സ്ഥാനം, അപ്പോൾ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഇവിടെ വന്ന ആൻസർ എന്ന് പറയുന്നത് നിലവിൽ എന്താണ്? യശോവർദ്ധൻ കുമാർ സിൻഹ എന്ന് പറയുന്നത് 2021 എക്സാമിൻ്റെ അതാണ്. പക്ഷേ ഇപ്പം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നമ്മുടെ ഹീരാലാൽ സമരിയ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർമാർ ഓരോരുത്തരായിട്ടാണ് നിലവിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ വ്യക്തി 2005 വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് ഒക്ടോബർ 12. അന്ന് വജാഹത്ത് ഹബീബുള്ളയാണ്. 2005 മുതൽ 2010 വരെ വജാഹത്ത് ഹബീബുള്ള. അപ്പോൾ 2005 മുതൽ 2010 വരെ ഇന്ത്യയുടെ പ്രഥമ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വജാഹത്ത് ഹബീബുള്ള. അടുത്തത് NN തിവാരിയാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ സത്യാനന്ദ മിശ്ര 2010 to 2013. ദീപക് സന്ധു ആണ് നാലാമത്തെ. അഞ്ചാമത്തെ സുഷമ സിംഗ്. ആറാമത്തെ രാജീവ് മാത്തൂർ ആണ്. രാജീവ് മാത്തൂർ. അത് ഏഴാമത്തെ വിജയ് ശർമ്മയാണ്. 8 രാധാകൃഷ്ണ മാത്തൂർ. 9 സുധീർ ഭാർഗവ. 10 ബിമൽ ജൂൽക്ക. 11 യശോവർദ്ധൻ കുമാർ സിൻഹ. 12 ഹീരാലാൽ സമരിയ. അപ്പോൾ ഒന്ന് ഓർത്തു വെച്ചോ. 1 വജാഹത്ത് ഹബീബുള്ള, 2 NN തിവാരി, 3 സത്യാനന്ദ മിശ്ര, 4 ദീപക് സന്ധു, 5 സുഷമ സിംഗ്, 6 രാജീവ് മാത്തൂർ, 7 വിജയ് ശർമ്മ, 8 രാധാകൃഷ്ണ മാത്തൂർ, 9 സുധീർ ഭാർഗവ, 10 ബിമൽ ജൂൽക്ക, 11 യശോവർദ്ധൻ കുമാർ സിൻഹ. 12ാമത്തെ വ്യക്തിയാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ഹീരാലാൽ സമരിയ. 2023 മുതൽ അദ്ദേഹം സ്ഥാനമേറ്റിരിക്കുകയാണ്. അപ്പോൾ 2023 മുതൽ ഇങ്ങോട്ടേക്ക് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? ഹീരാലാൽ സമരിയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? അറ്റൻഡർ KSIDC 2023 ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? രാജസ്ഥാനാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഏതാണ്? രാജസ്ഥാനാണ്. വിവരാവകാശ നിയമം പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാടാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് തമിഴ്നാടാണ്. അപ്പോൾ ഓർത്തു വയ്ക്കുക, ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ അത് രാജസ്ഥാനും, വിവരാവകാശ നിയമം പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. ഓക്കെ, അപ്പോൾ അത് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടാണ്. തമിഴ്നാടിന് പുറമെ ഗോവ 1997, രാജസ്ഥാൻ 2000, കർണാടക 2000, ഡൽഹി 2001, മഹാരാഷ്ട്ര 2002, മധ്യപ്രദേശ് 2003, ജമ്മു കാശ്മീർ 2004 എന്നിവിടങ്ങളിലും നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വിവരാവകാശ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ വിവരാവകാശ നിയമം ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ അത് ഏതാണ്? രാജസ്ഥാനാണ്. ഓക്കെ, എന്നാൽ ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് ലോകത്തിൽ ആദ്യമായി പാസ്സാക്കിയത് ഇതും നിലവിൽ ചോദിച്ചേക്കുന്ന ചോദ്യമാണ്. എവിടെയാണ്? സ്വീഡനാന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യം ചോദിച്ചാൽ അത് സ്വീഡനാണ്.
1766 ഫ്രീഡം ഓഫ് ദ പ്രസ് ആക്ട് എന്ന പേരിലാണ് ഈ നിയമം അവർ പാസാക്കിയത്. പത്ര സ്വാതന്ത്ര്യം ഉറപ്പാക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ പൊതുരേഖകളിലേക്ക് പ്രവേശനം അനുവദിക്കാനുള്ള വ്യവസ്ഥകളും ഇതിൽ ഉൾപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന നമ്മുടെ സ്വീഡനിൽ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് പാസ്സാക്കിയത് എങ്ങനെയായിരുന്നു? ഫ്രീഡം ഓഫ് ദ പ്രസ് ആക്ട് എന്ന പേരിൽ 1766. അപ്പോൾ ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വീഡനാണ്. ഫ്രീഡം ഓഫ് ദ പ്രസ് ആക്ട് എന്ന പേരിലാണ് ഈ നിയമം അവർ പാസ്സാക്കിയത്. പത്രസ്വാതന്ത്ര്യം ഉറപ്പാക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യമെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അടുത്തതാണ് കൺഫ്യൂസിങ് ഫാക്റ്റാണ്. വിവരാവകാശ നിയമം ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാടാണ്. ഓക്കെ, വിവരാവകാശ നിയമം ആദ്യമായി നിലവിൽ വന്നത്, ശ്രദ്ധിക്കുക, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും നമുക്ക് തെറ്റിപ്പോവാൻ ചാൻസും ഉണ്ട്. വിവരാവകാശ നിയമം ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാടാണ്. 2005 വിവരാവകാശ നിയമം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജസ്ഥാനാണ്. ഓക്കെ, അപ്പോൾ രണ്ടും തിരിഞ്ഞു പോകരുത്, എപ്പോഴും നമുക്ക് ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന രാജസ്ഥാനും അതേപോലെ തന്നെ തമിഴ്നാടും മാറിപ്പോകരുത്, എപ്പോഴും കൺഫ്യൂസിങ് ഉണ്ടാക്കുന്ന ഒരു ചോദ്യം തന്നെയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്നോ രണ്ടോ തവണ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക കേട്ട്. വിവരാവകാശ നിയമം ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. വിവരാവകാശ നിയമം ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് തമിഴ്നാടും. 2005 വിവരാവകാശ നിയമം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജസ്ഥാനുമാണ്. അപ്പോൾ 2005 വിവരാവകാശ നിയമം ചോദിച്ചാൽ അതാണ് രാജസ്ഥാൻ. എന്നാൽ വിവരാവകാശ നിയമം ആദ്യമായിട്ട് നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, വിവരാവകാശ നിയമം ആദ്യമായിട്ട് നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. RTI ആക്ട് ആദ്യമായി പാസ്സാക്കിയത് തമിഴ്നാട്. 1997 തമിഴ്നാട് ഈ പറയുന്ന വിവരാവകാശ നിയമം പാസ്സാക്കുന്നത്. തുടർന്നാണ് ഈ പറയുന്ന ഗോവയും അതേപോലെ തന്നെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളും വന്നത്. പക്ഷേ 2005 കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായിട്ട് വിവരാവകാശ നിയമം കൊണ്ടുവരുന്നത്. അങ്ങനെ RTI ആക്ട് 2005 പാസ്സാക്കിയ സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് രാജസ്ഥാൻ. അപ്പോൾ ശ്രദ്ധിക്കുക, വിവരാവകാശ നിയമം ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാനം തമിഴ്നാടും 2005 വിവരാവകാശ നിയമം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ, അതായത് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് 2005 നടപ്പിലാക്കിയതാണ് രാജസ്ഥാൻ എന്നുള്ളതും മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിച്ച. അടുത്ത ദിവസം നമുക്ക് ഇതിൻ്റെ അകത്തെ സുപ്രധാന നിയമങ്ങളിൽ അടുത്തൊരു നിയമങ്ങളായിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ആർക്കും തന്നെ ഡൗട്ടില്ല എന്ന് തന്നെ കരുതുന്നു. വിവരാവകാശ നിയമത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ അകത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞവരെല്ലാവരും നേരെ ടെലഗ്രാമിലേക്ക് പോരെ. അവിടെ ഈ ഒരു ക്ലാസ്സിൻ്റെ PDF നോട്ട് അവൈലബിൾ ആയിരിക്കും. ആ നോട്ടും ഒന്നോ രണ്ടോ തവണ വായിച്ച് ക്ലാസ്സും ഒന്നോ രണ്ട് തവണ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്ന മുഴുവൻ ചോദ്യങ്ങളുടെയും ഉത്തരം നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ പറഞ്ഞ കാര്യം ഞാൻ ആദ്യം മുതൽ അവസാനം വരെ ഓടിച്ചൊന്ന് പറയാം. വിവരാവകാശ നിയമമാണ് നമ്മൾ പറഞ്ഞത്. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു: ജനാധിപത്യത്തിൻ്റെ സൂര്യതേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമമാണ്. വിവരാവകാശ നിയമം ഒപ്പുവെച്ച രാഷ്ട്രപതി മോസ്റ്റ്ലി റിപ്പീറ്റഡ് APJ അബ്ദുൽ കലാം. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ മക്കളെ 2005. അതേപോലെ തന്നെ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നമ്മൾ പറഞ്ഞു. വിവരാവകാശ നിയമം പാസ്സാക്കുന്നതിന് MKSS എന്ന സംഘടന വഹിച്ച പങ്ക് വലുതായിരുന്നു. ആ സമയത്ത് രാഷ്ട്രപതി ഒപ്പുവെച്ചത് APJ അബ്ദുൽ കലാം ആയിരുന്നു. അതേപോലെ തന്നെ MKSS സംഘടനയുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് രാജസ്ഥാനാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി 1990 വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഘടനയാണ്. അതേപോലെ തന്നെ വിവരാവകാശ നിയമത്തിന് പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന നമ്മൾ പറഞ്ഞു മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. വിവരാവകാശത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ PB സാവന്താണ്. അതേപോലെ വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നപ്പോൾ റദ്ദാക്കപ്പെട്ട നിയമം ഏതാണ് എന്ന് ചോദിച്ചാൽ ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് 2002. ഓക്കെ, ജനാധിപത്യത്തിൻ്റെ സൂര്യതേജസ് അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുമായി പാസ്സാക്കപ്പെട്ട നിയമമാണ് വിവരാവകാശ നിയമം. ഓക്കെ, വിവരാവകാശ നിയമം എന്നാണ് നിലവിൽ പ്രാബല്യത്തിൽ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2005 ഒക്ടോബർ 12 ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി സുപ്രധാന നിയമങ്ങളിലെ ബാക്കി കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതായത് ഈ പറയുന്ന നമ്മുടെ വിവരാവകാശ നിയമം നിലവിൽ
ഭേദഗതി ചെയ്തു 2019. അങ്ങനെ ഭേദഗതി ചെയ്ത് വിവരാവകാശ നിയമം ഭേദഗതി ചെയ്ത് അവതരിപ്പിച്ച ജിതേന്ദ്ര സിംഗ് ആണ് അത് അവതരിപ്പിച്ചത്. എന്നാണെന്ന് ചോദിച്ചാൽ 2019 ജൂലൈ 19 ഇത് ബിൽ ലോകസഭ പാസ്സാക്കിയത് 2019 ജൂലൈ 22. രാജ്യസഭയാണെങ്കിൽ 2019 ജൂലൈ 25 നമ്മൾ ഓർത്ത് വയ്ക്കുക. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം 2,50,000. അതേപോലെ വിവരാവകാശ കമ്മീഷണർ, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഇവരുടെയൊക്കെ 2,25,000 ഓർക്കുക. അതേപോലെ ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള. ഇപ്പോഴത്തെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? ഹീരാലാൽ സമരിയ ഓർത്ത് വയ്ക്കുക. അതിക്ക് മുമ്പാണ് യശ്വർദ്ധൻ കുമാർ സിൻഹ എന്നുള്ളതും ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമ്മളത് ആ ലിസ്റ്റ് അങ്ങനെ തന്നെ 12 പേരുടെയും പറഞ്ഞതാണ്. വജാഹത്ത് ഹബീബുള്ളയിൽ തുടങ്ങി ഹീരാലാൽ സമരിയ വരെ 2023. ഓക്കെ, ഇനി ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? രാജസ്ഥാനാണ്. ഓക്കെ, അതേപോലെ തന്നെ വിവരാവകാശ നിയമം പാസ്സാക്കി ഇന്ത്യയിൽ ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ അത് 97 തമിഴ്നാടാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യം അത് സ്വീഡനാണ്. നമ്മളൊരു കൺഫ്യൂസിങ് ഫാക്റ്റ് പറഞ്ഞു. അതായത് വിവരാവകാശ നിയമം ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാനം ചോദിച്ചാൽ 97 നമ്മുടെ തമിഴ്നാടാണ്. എന്നാൽ 2005 വിവരാവകാശ നിയമം ആദ്യമായിട്ട് നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് മക്കളെ രാജസ്ഥാൻ എന്നുള്ളതും ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.